വിവാഹം എന്ന് പറയുന്നത് രണ്ട് മനസ്സുകളുടെ കൂടിച്ചേരൽ മാത്രമല്ല, രണ്ട് കുടുംബങ്ങളുടെ കൂടിച്ചേരൽ കൂടിയാണ്. അത് പലതരത്തിലുള്ള പുതുമകളാണ് നമുക്ക് സമ്മാനിക്കുന്നത്. രണ്ട് കുടുംബക്കാരുടെയും ഇടയിൽ പലതരത്തിലുള്ള ബന്ധങ്ങളും രൂപപ്പെടാനും അത് സഹായമാകും. എല്ലാവരും വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഒരു വിവാഹം എങ്ങനെ ആവണം, വിവാഹശേഷം എങ്ങനെ ആവണം എന്നൊക്കെ കരുതുന്നത്. അവർ മുന്നോട്ടുള്ള പല കാര്യങ്ങളെക്കുറിച്ചും നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത്, അല്ലേ, തൻ്റെ വിവാഹ ജീവിതമൊക്കെ നന്നായി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരുപറ്റം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇന്ന് നമുക്കറിയാം, വിവാഹം പഴയതുപോലെ ഒന്നുമല്ല. ഒരുപാട് മാറ്റങ്ങൾ, ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളും മറ്റുമാണ്. ചിലർ ഒരുപാടങ്ങ് ആഘോഷിച്ചതിന് ശേഷം അധിക നാൾ നീണ്ടു നിൽക്കാത്ത വിവാഹ ജീവിതമാണ് പലർക്കും സംഭവിക്കുക. അതിനവർക്ക് ഒരുപാട് കാരണങ്ങളൊക്കെ ഉണ്ട്. സ്വർണത്തിൻ്റെ നൂല് കൊണ്ട് സാരി നെയ്ത് അതിൽ താനും തൻ്റെ പ്രിയപ്പെട്ടവനും ചേർന്ന് കണ്ട നിമിഷങ്ങളെല്ലാം ചിത്രീകരിച്ചിട്ടുള്ള ഒരു സാരി നിർമ്മിച്ച് അത് കല്യാണത്തിന് ഉപയോഗിച്ച വ്യക്തികൾ വരെയുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അപ്പോൾ എന്നിട്ടോ അധിക നാൾ നീണ്ടു നിന്നിട്ടില്ല വിവാഹ ജീവിതം. അങ്ങനെ അവർ രണ്ട് വഴിക്കായി. അപ്പോൾ വിവാഹം എന്ന് പറയുമ്പോൾ രണ്ട് മനസ്സുകൾ തമ്മിൽ ചേരുന്നില്ല. അങ്ങനെ ചേരാത്ത രണ്ട് മനസ്സുകളെ ഒന്നിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടും കാര്യമില്ല. അവർക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വേണ്ട എന്ന് വയ്ക്കുന്നത് ഉത്തമം തന്നെയാണ്. അത് അങ്ങനെ ചിന്തിക്കുന്നതിൽ ഒരു തെറ്റും ഇല്ല. വെറുതെ വഴക്കും ബഹളങ്ങളും ഉണ്ടാക്കി വീട്ടുകാർക്കിടയിൽ പ്രശ്നങ്ങളുണ്ടാകുന്നു, ബന്ധുക്കൾക്കിടയിൽ പ്രശ്നങ്ങളുണ്ടാകുന്നു, അനാവശ്യമായ വാഗ്വാദങ്ങളുണ്ടാകുന്നു, അല്ലേ? അങ്ങനെയൊക്കെ ഓരോരോ പ്രശ്നങ്ങൾ ദിവസേന ഉണ്ടാകുന്നതിലും നല്ലത് മനസമാധാനമായി ജീവിക്കാൻ രണ്ടു പേർക്കും രണ്ട് വഴിയിലേക്ക് സഞ്ചരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും അതാവാം. കഴിഞ്ഞ ദിവസം ഇത് പറയാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഒരു വാർത്ത കണ്ടതാണ്. രണ്ട് പേര് വിവാഹം കഴിച്ചു, വർഷങ്ങൾക്ക് ശേഷം കുടുംബ പ്രശ്നങ്ങളൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഭാര്യ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോയി. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പം ഈ വിവാഹം നടത്തി കൊടുത്ത ഒരാളുണ്ടല്ലോ, അയാൾ ഈ ഈ ചെറുക്കനെന്നൊന്നും പറയാൻ പറ്റാത്തൊരു പ്രായമുള്ള ആളാണ്. ഭർത്താവിൻ്റെ വീട്ടിലേക്ക്, ഭാര്യയാണ് പിണങ്ങിപ്പോയത്. അപ്പം ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ഈ വിവാഹം നടത്തി കൊടുത്ത ആൾ വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു. സംസാരിച്ച ശേഷം പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ഈ ഭർത്താവ് വന്നിട്ട് ഇയാളെ കൊന്നു. അപ്പം കൂടെ മക്കളൊക്കെ ഉണ്ടായിരുന്ന അയാളിനെ അവർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അത്രയും നിഷ്ഠൂരമായ ഒരു രീതിയിലുള്ള ഒരു കൊലപാതകം നടത്തണമെങ്കിൽ അത് കഴുത്തിലൊക്കെയാണ് കുത്തുകൊണ്ടിരിക്കുന്നത്. അയാളുടെ മനസ്സിൽ എന്തോരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടായിരിക്കാം. കുറേ വർഷങ്ങളായിട്ട് അയാളുടെ ഉള്ളിൽ കിടന്ന് നേറിക്കൊണ്ടിരുന്ന കുറേ പ്രശ്നങ്ങൾ സംസാരിച്ചപ്പോൾ അന്ന് വിവാഹം നടത്തി കൊടുത്ത അയാളോടുള്ള ദേഷ്യം, അയാൾ കാരണമാണല്ലോ ഇത്തിരി ഒരു വിവാഹം എനിക്ക് കിട്ടിയത്, ഈ ഒരു ബന്ധം എനിക്ക് കിട്ടിയത് എന്നൊക്കെയുള്ള ചിന്തകളാവാം ഒരു പക്ഷെ അയാൾക്ക് അങ്ങനെ ഒരു പ്രകോപനം തന്നെ ഉണ്ടാക്കിയെടുത്തത്. തുടർന്ന് അയാൾ അങ്ങനെ ഒരു കടുംകൈ ചെയ്തതും, അല്ലേ? അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം ആ ഒരു ദേഷ്യം, അപ്പോൾ തോന്നുന്ന ആ വാശിയും ദേഷ്യവും വൈരാഗ്യം കൊണ്ട് അങ്ങനെ അങ്ങ് ചെയ്തു. പക്ഷേ ആ ഒരു പ്രവൃത്തി കൊണ്ട്, ഒരു ജീവൻ ഇല്ലാണ്ടാക്കിയത് കൊണ്ട് അയാൾക്ക് എന്തെങ്കിലും നേട്ടമുണ്ടായോ? ഒരു നേട്ടവും ഉണ്ടായില്ല. ഇനിയുള്ള കുറേ വർഷങ്ങൾ അയാൾക്ക് ജയിലിൽ താമസിക്കാം എന്ന ഒറ്റ നേട്ടമാണ് അയാൾക്കുണ്ടായത്. അത് നേട്ടമെന്ന് തന്നെ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം എല്ലാ വ്യക്തികൾക്കും അറിയാം, നിയമത്തിൻ്റെ വഴിയിൽ പോവും.
തെറ്റ് ചെയ്താൽ ശിക്ഷ ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് വീണ്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനുഷ്യർ ചെയ്യുന്നത്. ഒരു കേസുണ്ടായി അതിൽ നിന്ന് ഊരിയെ പോയി കഴിഞ്ഞാലും വീണ്ടും കേസുകൾ ഉണ്ടാക്കുന്നത് മനഃപൂർവ്വം തന്നെയല്ലേ? അപ്പോൾ ഒരു അബദ്ധം പറ്റാം, പിന്നീടും അങ്ങനെ തന്നെ സംഭവിക്കുക എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും അറിഞ്ഞുകൊണ്ടുണ്ടാകുന്നത് തന്നെയാണ്. പ്രത്യേകിച്ചും ഇങ്ങനെയുള്ളൊരു കാര്യങ്ങളിൽ അയാളുടെ ഭാര്യ പോയതിൻ്റെ ആ ദേഷ്യത്തിൽ ഒരു കാര്യം കൂടെ നമുക്ക് തോന്നാം. ഒരു പക്ഷേ അയാൾക്ക് അയാളുടെ ഭാര്യ ഒരുപാട് ഇഷ്ടമായിരിക്കാം. അപ്പോൾ അവരങ്ങനെ തിരിച്ചു പോയപ്പോൾ അത് ഉൾക്കൊള്ളാൻ അയാളുടെ മനസ്സിന് കഴിഞ്ഞു കാണില്ല. ചിലർ തമ്മിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ഭയങ്കര വഴക്കും ബഹളവും ഒക്കെയാണ്. പക്ഷേ രണ്ട് വഴിക്കായി കഴിഞ്ഞു കഴിയുമ്പം ഭയങ്കര ടെൻഷനും കാര്യങ്ങളുമാണ്. എന്താണ് ആ ദേഷ്യവും അങ്ങനെ പോയതിനെക്കുറിച്ചുള്ള ബഹളവും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ്? ഉള്ളിൻ്റെ ഉള്ളിൽ ഇവർക്ക് രണ്ടുപേർക്കും അറിയില്ല സത്യത്തിൽ ഇവർ തമ്മിൽ ഭയങ്കര സ്നേഹത്തിലാണ് എന്നുള്ളത്. ഇവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹമാണ്. പക്ഷെ അത് ഇവർ മനസ്സിലാക്കുന്നില്ല. ഇവരുടെ മനസ്സുകൾ തമ്മിലൊരു ബന്ധം ഉണ്ട്, ഗാഢമായൊരു ബന്ധമുണ്ട്. അപ്പോൾ അത് ഉൾക്കൊള്ളുവാൻ ഇവർക്കറിയാത്തത് മൂലം സംഭവിക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. ചിലർ കണ്ടിട്ടില്ലേ, തന്നിൽ നിന്ന് തൻ്റെ ഭാര്യ അകന്നു പോകുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഏതെല്ലാം രീതിയിൽ അവരെ കഷ്ടപ്പെടുത്തി മോശക്കാരിയാക്കാവോ അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അത് അവരുടെ ഒരു മെത്തേഡാണ്, ഒരു രീതിയാണ്. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാം പേടിച്ച് എൻ്റെ കൂടെ തന്നെ നിന്നോളും എൻ്റെ ഭാര്യ എന്നൊക്കെയുള്ള അവരുടെ ചില കാഴ്ചപ്പാടുകൾ മൂലമാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അല്ലാതെ ഭാര്യയെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. അങ്ങനെയുണ്ട് ചില മനുഷ്യർ. തനിക്ക് നഷ്ടപ്പെടും എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെ ചിലർ കണ്ടില്ലേ, എന്താണ് പ്രശ്നം? ചിലർ തൻ്റെ ഭാര്യയെ കൊല്ലാനും മടിക്കില്ല. എന്തുകൊണ്ടാണ്? ജീവിക്കുന്നെങ്കിൽ അവൾ എൻ്റെ കൂടെ ജീവിച്ചാൽ മതി, വേറെ ആരുടെ കൂടെയും ജീവിക്കേണ്ട, അവൾ എൻ്റേത് മാത്രമാണ്. ഈ ഒരു ചിന്താഗതി ഉള്ളപ്പോഴാണ് കൂടുതലായിട്ട് ഈ ഒരു രീതിയിൽ പോകുന്നത്. ചിലപ്പോഴെന്താണ്, തൻ്റെ ഭാര്യയെ താൻ ഇത്രയധികം സ്നേഹിച്ചിട്ടും അവൾ എന്നോട് വഴക്കുണ്ടാക്കി അല്ലെങ്കിൽ എനിക്കെതിരെ അങ്ങനെ ചെയ്തു എന്നൊക്കെ ഓർക്കുമ്പോഴുണ്ടാകുന്ന സങ്കടം, അതുമൂലവും പല പ്രശ്നങ്ങളും ഇങ്ങനെയുള്ള പുരുഷന്മാരുണ്ടാക്കാറുണ്ട്. എന്തായാലും ഇവിടെ അയാൾക്ക് അയാളുടെ ജീവിതം നഷ്ടപ്പെട്ടു, ഭാര്യയ്ക്ക് ഇനി അങ്ങോട്ട് വരാൻ പറ്റുമോ? അയാൾ ഒരിക്കലും ഉൾക്കൊള്ളുകയില്ല. ഇവിടെ ഒന്നും അറിയാത്തൊരു ഇടനിലക്കാരനായി നിന്നു എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവനും നഷ്ടപ്പെട്ടു. അയാൾക്ക് ഒരു കുടുംബമുണ്ട്, മക്കളുണ്ട് അല്ലേ? അവരുടെയൊക്കെ മുന്നിൽ വെച്ചാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും എന്തൊക്കെയോ മൃഗീയ വാസനകൾ ഉള്ള മനസ്സുകൾ ഇത്തരത്തിൽ ഒരു നിമിഷം അരുതാത്ത കാര്യങ്ങൾ ചെയ്തു പോവുകയാണ്. അതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് നമ്മുടെ മനസ്സ് നമ്മുടെ കയ്യിലില്ലാതാകുന്ന ഒരവസ്ഥ. നമ്മുടെ മനസ്സ് നമ്മുടെ ശത്രു ആകുമ്പോഴാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ മുതിരുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, മനസ്സിനെ എപ്പോഴും നമുക്കൊപ്പം നിർത്താൻ, അല്ലെങ്കിൽ നമ്മൾ പറയുന്നിടത്ത് നമ്മുടെ മനസ്സ് നിൽക്കാനുള്ള പ്രാപ്തി നമുക്ക് നേടിയെടുക്കണം എന്ന് പറയുന്നത്. മനസ്സിനെ നമ്മൾ കൺട്രോൾ ചെയ്യണം, അല്ലാതെ മനസ്സ് നമ്മളെയല്ല കൺട്രോൾ ചെയ്യേണ്ടത്. നമ്മൾ മനസ്സിനെ കൺട്രോൾ ചെയ്യണം. അങ്ങനെ പറ്റുകയാണെങ്കിൽ മിക്കവാറും നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയും. അതിനൊരു മാറ്റവുമില്ല. ശരിയല്ലേ?